മൂന്ന് കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാനായി ബ്ലഡ് സ്റ്റെം സെൽ ദാതാക്കളെ തേടി ഒരു കുടുംബം. ജനിതക രക്തരോഗമായ ബീറ്റ തലസീമിയ ബാധിച്ച സഹോദരങ്ങളായ ഫൈസി, ഫൈഹ, ഫൈസ് എന്നിവരാണ് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അടിയന്തരമായി മൂലകോശ ദാതാക്കളെ ലഭിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാകും. കോട്ടയം സ്വദേശികളായ മുബാറക്കിന്റെയും സൈബുനിസയുടെയും മക്കൾക്കാണ് അപൂർവ ജനിതക രോഗം ബാധിച്ചിരിക്കുന്നത്. 6ാം ക്ലാസ്സുകാരനായ ഫൈസിക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് രോഗം കണ്ടെത്തുന്നത്. 4ാം ക്ലാസ്സുകാരിയായ ഫൈഹയുടെയും 4.5 വയസ്സുകാരൻ ഫൈസിന്റെയും രോഗം ചെറുപ്രായത്തിൽ കണ്ടെത്തിയിരുന്നു. മൂലകോശദാതാവിന്റെയും കുട്ടികളുടെയും HLA തമ്മിൽ പൊരുത്തപ്പെടണം. 10 ലക്ഷം പേരെ പരിശോധിക്കുമ്പോഴാണ് ഒരു ഡോണറിനെ ലഭിക്കുക. ഒരു ഡോണർ ഉണ്ടെങ്കിലേ അവനിക്കൊരു ജീവിതം നോർമലി നമ്മളെപ്പോലെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ അവൻ്റെ ആയുസ് എന്ന് പറയുന്നത് കൂടി വന്ന 10-20 വർഷം. അതല്ലെങ്കിൽ ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾക്ക് പല ഡാമേജുകളും സംഭവിക്കും. തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് കുട്ടികളുടെ ചികിത്സ പുരോഗമിക്കുന്നത്. രക്തദാനം നടത്തുന്ന ആർക്കും മൂലകോശദാനം ചെയ്യാം. ആ മൂലകോശം എടുക്കാനുള്ള മാർഗം നിലവിൽ ബ്ലഡ് സാമ്പിൾ ഇല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കൂട്ടുള്ള വഴിയാണ്. നമ്മളൊരു സൂചി വെച്ച് ബ്ലഡ് എടുക്കുന്ന കൂട്ട് ഒരു ബാഗിലോട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ആ ബ്ലഡിനകത്ത് ഓൾറെഡി സ്റ്റെം സെല്ലുണ്ട്. ആ സ്റ്റെം സെല്ലാണ് നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക. കൈരളി ന്യൂസ്, പത്തനംതിട്ട.